ഹലോ നമസ്കാരം, എല്ലാവർക്കും അജസ് വ്ളോഗിലേക്ക് സ്വാഗതം. ഏകദേശം എൻ്റെ കണക്കൂട്ടിൽ ശരിയാണെങ്കിൽ ഒരു 13-നും 16-നും ഇടയിൽ വില കൊടുത്ത് വാങ്ങിച്ചിട്ടുള്ളൊരു പോത്തുംകുട്ടിയാണ്. സൂപ്പർ ക്വാളിറ്റി അല്ലെങ്കിൽ ഒരു നല്ല ക്രോസ് ബ്രീഡിൻ്റെ ചായവുള്ള പോത്തുംകുട്ടി എന്ന് പറയാം. വില കറക്റ്റായിട്ട് എനിക്ക് അറിയില്ല കേട്ടോ. ഞാൻ ഏകദേശമാണ് പറഞ്ഞിരുന്നത്. ആരാണ് വാങ്ങിച്ചതെന്ന് എനിക്കറിയില്ല. ഇത് അറ്റത്ത് നിൽക്കുന്ന പോത്തിനാണോ നിങ്ങൾ? അറ്റത്ത് നിൽക്കുന്ന പോത്ത് ഉള്ളതിൽ വലിപ്പമുള്ള പോത്താണ്. ഏകദേശം ഒരു 350 കിലോൻ്റെ റേഞ്ചിൽ ലൈവ് ഉണ്ടാകാൻ സാധ്യതയില്ല. ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് കൊണ്ടായിരിക്കും കേട്ടോ ചെറുതായിട്ട് തോന്നുന്നത്. നല്ലൊരു വലിപ്പമുള്ളൊരു പോത്താണ്. ഏകദേശം ഒരു 40 രൂപ 42 രൂപയുടെ റേഞ്ചിൽ തീർച്ചയായിട്ടും കിട്ടാൻ സാധ്യതയുള്ളൊരു പോത്താണ്. ഇതിൽ നമ്മൾ കുറച്ചെണ്ണൊക്കെ എടുക്കാൻ നോക്കിയിരുന്നു. പക്ഷെ നമ്മൾ വിചാരിച്ച സാധനങ്ങളൊന്നും നമ്മൾ വിചാരിച്ച റേഞ്ചിൽ ഒന്ന് രണ്ടെണ്ണൊക്കെ മാറി കയറി പോയപ്പോൾ പിന്നെ നമ്മൾ എടുക്കാതിരുന്നതാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ധൃതി ഇല്ല ഈ പ്രാവശ്യം. നമ്മളിനി ചെറിയ പോത്തുംകുട്ടികൾ എടുക്കാനുള്ള സാധ്യതകളും വളരെ കുറവാണ്. ഇത് ഒരു 250 കിലോൻ്റെ റേഞ്ചിൽ ഈ കാണുന്ന പോത്തിനേക്കാളും എങ്ങനെ പോയാലും ഒരു 100-110 കിലോ അല്ലെങ്കിൽ ഒരു 100 കിലോൻ്റെ റേഞ്ചിൽ മാറ്റമുള്ള പോത്താണ് ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോത്ത് കേട്ടോ. 40 രൂപയുടെ റേഞ്ച് പറഞ്ഞത്. ഇതൊക്കെ എങ്ങനെ പോയാലും എൻ്റെ ഒരു കണക്കൂട്ടൽ ശരിയാണെങ്കിൽ ഒരു 30-നും 32, 33 റേഞ്ചിൽ ചന്തയിൽ ആവശ്യക്കാർ വരുന്നതിനനുസരിച്ച് വില 1000-2000 കൂടാം, 2000-3000 കുറയാം. ഒരു 30-32 റേഞ്ച് പ്രതീക്ഷിച്ചാൽ മതി. ഒരു 250 കിലോൻ്റെ റേഞ്ചിൽ ലൈവ് ഉണ്ടാകാൻ സാധ്യതയില്ല. ഒരു 10-15 കിലോ ചിലപ്പോൾ താഴത്തേക്ക് പോയേക്കാം. പക്ഷേ ക്വാളിറ്റിയിലും ഗുണത്തിലൊക്കെ ഉണ്ട്, നല്ല ലുക്കിലും ഉണ്ട്. നല്ലൊരു ക്രോസ് ബ്രീഡിൻ്റെ ചായവുള്ളൊരു കുട്ടിയാണ്. കൊമ്പ് ചാട്ടുള്ളതല്ല കേട്ടോ, കൊമ്പ് ചുരുണ്ട് കയറാൻ സാധ്യതയുള്ളൊരു പോത്തും കുട്ടിയാണ്. ഒരു 30-32 ഞാൻ പറഞ്ഞല്ലോ, ആൾക്കാർ വരുന്നതിനനുസരിച്ച് 1000-2000 അങ്ങോട്ട് പോവാം, ചിലപ്പോൾ ഇങ്ങോട്ട് കുറയാം. 2-3 ഒരുമിച്ച് പിടിക്കാന്ന് വെച്ചാൽ വില കുറയാം. എന്നാലും 30-ൻ്റെ താഴത്തേക്കൊന്നും പോവില്ല കേട്ടോ. എങ്ങനെ പോയാലും ഒരു 1000-2000 മുകളിലേക്ക് തന്നെ പോകുള്ളൂ, താഴത്തേക്ക് വരില്ല. എങ്ങനെയുണ്ട് പോത്തുംകുട്ടി? അടിപൊളി പോത്തുംകുട്ടിയല്ല, നമ്മൾ നോക്കിയ പോത്തുംകുട്ടിയാണ്. പിന്നെ നമുക്ക് ഒരു ലേശം ധൃതി വേണ്ട, സമാധാനത്തിൽ. ഇനിയിപ്പോൾ നമ്മൾ കുറച്ച് വൈകിട്ട് എടുക്കുകയാണെങ്കിലും ഇതിനേക്കാളും സ്വല്പം വലിയ ഫ്രെയിം എടുത്താൽ മതിയല്ലോ. ഞാനൊരു 250-ൻ്റെ റേഞ്ചിൽ ലൈവ് പറഞ്ഞ പോത്താണിത്. എങ്ങനെയുണ്ട്? 250 ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തോളൂട്ടോ നിങ്ങൾ. ഞാൻ ഈ പറഞ്ഞ പോത്ത് 250-ൻ്റെ റേഞ്ച് 10-15 കിലോനൊക്കെ കുറയാട്ടോ. അതായത് നല്ല ഹെഡ് പവർ ഉള്ള ഒരു പോത്തുംകുട്ടി. ചന്തയിൽ നമ്മൾ വരുമ്പോൾ എല്ലാ പോത്തുംകുട്ടികളും വളരുന്ന, ചിലത് നമ്മൾ വിചാരിച്ച പോത്തുകൾ വളരും എന്ന് വിചാരിച്ച പോത്ത് വളരില്ല, വളരില്ല എന്ന് വിചാരിച്ച പോത്ത് വളരും. അതൊക്കെ ഉള്ളതാണ്. എന്നാലും കൂടുതലും നമ്മൾ തെരഞ്ഞെടുപ്പ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു കൊല്ലം നോക്കാനുള്ളതല്ലേ ഇനി പോത്തും കുട്ടികൾ. അപ്പം നല്ലൊരു കൊമ്പും തലയുള്ള പോത്തിനെയാണ് നമ്മൾ നേരത്തെ കണ്ടത്. പോത്തും കുട്ടികൾ തൃശ്ശൂർ ചന്തയിലെ അപേക്ഷിച്ചിടത്തോളം വാങ്ങിക്കാൻ വലിയ കാര്യമായിട്ട് നമ്മൾ ചെല്ലുമ്പോൾ ഒന്നും ആവശ്യക്കാരില്ല. ഈ തറ്റത്ത് നിൽക്കുന്ന കുട്ടി നല്ലൊരു പോത്തും കുട്ടിയാണ്. ഇങ്ങനത്തെ പോത്തും കുട്ടികളൊക്കെ എൻ്റെ ഒരു കണക്കൂട്ടൽ ശരിയാണെങ്കിൽ ഒരു 18, ഒരു 150-ൽ താഴെ, ഒരു 130-നും 150-നും ഇടയിലുള്ള പോത്തുംകുട്ടി ഏകദേശം ഒരു 18 രൂപ റേഞ്ചിൽ നല്ലൊരു ഹെഡുള്ള പോത്താണ്. ഒരു നല്ല വിരിവുള്ള ഹെഡ് പവറുള്ള ഒരു പോത്തും കുട്ടിയാണ് കേട്ടോ. അതൊക്കെ കുട്ടിയാണ്. കഷ്ടി ഒരു 130-ൻ്റെ റേഞ്ച് ലൈവ് ഉണ്ടാകാൻ സാധ്യതയില്ല. ഏകദേശം നമുക്കൊരു 18 രൂപ റേഞ്ചിലൊക്കെ എടുക്കാൻ പറ്റിയ, ഇപ്പോൾ 2-3 പിടിക്കുകയാണെങ്കിൽ 16-17 കിട്ടാം കേട്ടോ. അതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ചന്തയിൽ ആവശ്യക്കാരുള്ളതിനനുസരിച്ചും എന്താ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതേ നിൽക്കണം കേട്ടോ. നല്ലൊരു അസല് പോത്തുംകുട്ടി, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായ പോത്തുംകുട്ടിയാണ്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഈ പ്രാവശ്യം ഈ ചെറിയ പോത്തുങ്ങൾ എടുക്കാനുള്ള ഒരു സാധ്യത ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ പോത്തും കുട്ടികൾ എടുക്കാതിരുന്നത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, 2-3 നമ്മൾ ഒരുമിച്ച് പിടിക്കുകയാണെങ്കിൽ നമുക്ക് വിലയിൽ കുറയാം. ഞാൻ നേരത്തെ ഒരു 3 പിടിച്ചിരുന്നത് ആ വലുതീന്ന്. പക്ഷെ നമ്മൾ വിചാരിച്ച ഒരെണ്ണം പോയപ്പോൾ പിന്നെ നമ്മൾ പിടിച്ചില്ല. പിന്നെ ഇപ്പോൾ പിടിക്കണ്ട എന്നുള്ളൊരു മനസ്സിലൊരു ഇതുണ്ട് കേട്ടോ. അപ്പോൾ ചന്തയിലത്തെ വീഡിയോസൊക്കെ വരും. ഞാൻ ഈ ചന്തകളിലൊക്കെ ഒന്ന് കയറാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. നമ്മളൊരു സ്വല്പം വലിപ്പമുള്ളതിനെ 2-3 തന്നെ കൂടി എടുക്കാം. അതായത് ചെറുകുട്ടികളല്ല, ഏകദേശം ഒരു 10-300-ൻ്റെ റേഞ്ചിൽ ലൈവുള്ള 1-2 എടുക്കാം എന്നുള്ളൊരു മൈൻഡ് ഉണ്ട്. അപ്പോൾ ഞാൻ കാണിച്ചത് ആ പോത്താണ് കേട്ടോ. ഞാൻ നല്ല അടിപൊളി പോത്തെന്ന് പറഞ്ഞു, നിങ്ങൾ ബാക്ക് കണ്ടില്ലേ? ഇത് ഈ സൈഡിലത്തെ നല്ലൊരു പോത്തും കുട്ടിയാണ്. ഇത് സന്തോഷേട്ടൻ്റെ കയ്യിലത്തെയാണ്. അപ്പോൾ നമ്മുടെ തൃശ്ശൂർ ചന്ത കൂടുതലായും അതുപോലെ തന്നെ പെരുമ്പിലാവ്, വാണിയംകുളം, കുഴൽമന്നൊക്കെ കന്നുകൾ ഇറങ്ങുന്നത് ഒന്ന് SR, അതായത് നമ്മുടെ ബാബേട്ടൻ, രാജേട്ടൻ, പിന്നെ സന്തോഷേട്ടൻ, സന്തോഷേട്ടൻ. പിന്നെ പെരുമ്പിലാവിലും വാണിയംകുളത്തും കുഴൽമന്തൊക്കെ ഒത്തിരി ആളുകളുണ്ട്. പക്ഷെ നമ്മുടെ തൃശ്ശൂർ ചന്തയിൽ കൂടുതലും
സന്തോഷേട്ടൻ്റെയും SR ബാബുവേട്ടൻ്റെയും രാജേട്ടൻ്റെ കന്നുകളാണ് കൂടുതൽ. അപ്പോൾ പിന്നെ വേറെ ഒന്ന് രണ്ട് കന്നുകളൊക്കെ ചുമപ്പക്കയറൊക്കെ കെട്ടി നിർത്തിയിട്ടുണ്ട് കേട്ടോ. ഞാൻ വലിയ പോത്തിനെ ഒരു 3 എണ്ണത്തിനെ പിടിച്ചതാണ്. അപ്പോൾ അതിൽ ഒരെണ്ണം നമുക്ക് ഇത് നല്ലൊരു ഇടുപ്പുള്ളൊരു പോത്തും കുട്ടിയാണ് കേട്ടോ. ഇടുപ്പുള്ള പോത്തും കുട്ടി അവർ 21, 22, 23 അങ്ങനെ പറയും. 27 പറഞ്ഞ 22, 23 കിട്ടും നമുക്ക്. ഇത് തൂക്കം എന്ന് പറയാൻ കഷ്ടി ഒരു 155 പ്രതീക്ഷിച്ചാൽ മതി. കുറയാൻ സാധ്യതയുള്ളൂ. 155, 160 ആ ഒരു റേഞ്ചിൽ പ്രതീക്ഷിച്ചാൽ മതി. പക്ഷെ ഇതിനും അവർ 27 പറഞ്ഞ് നമ്മൾ 24, 23 കൊടുക്കേണ്ടി വരും. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നേരത്തെ പറഞ്ഞ 250 വാങ്ങിച്ചാൽ മതി നമ്മൾ ചിന്തിക്കേണ്ടി വരും. അല്ല, നമ്മൾ ചിന്തിച്ചിടത്തോളം ഇനി അങ്ങോട്ട് ഇതിനെ കുറിച്ച് നല്ലൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. പോത്തും കുട്ടികളും വലിയ പോത്തും വാങ്ങിക്കുന്നതിന്റെ മാറ്റം കർഷകർക്ക് മനസ്സിലാകാൻ വേണ്ടി തന്നെ. നല്ല പോത്തും കുട്ടിയുണ്ടോ. ഇപ്പോൾ സാധാരണഗതിയിൽ ലേശം വലിയ പോത്തുകൾ എടുക്കുമ്പോൾ ലേശം പണി കൂടുതലാണ്, പാട് കൂടുതലാണ്. പോത്തുംകുട്ടികൾ എപ്പോഴും വളർത്തി തുടങ്ങുന്ന ഒരു ചെറിയ പോത്തുംകുട്ടികൾ എടുത്ത് വളർത്തുക എന്നാണ് എൻ്റെ അഭിപ്രായം. നല്ലൊരു പോത്തുംകുട്ടി ഞാൻ പറഞ്ഞില്ല, നേരത്തെ പറഞ്ഞില്ല, 160 റേഞ്ചിൽ ലൈവ് പിടിക്കാവും തക്ക വിധം ഉള്ളൊരു പോത്തുംകുട്ടി. 155, 160 റേഞ്ചിൽ ലൈവ് പിടിക്കാൻ തക്ക വിധം ഉള്ള നല്ലൊരു ഇറച്ചിയിലില്ലെങ്കിലും ലേശം ഉടൽ നീട്ടുള്ള പോത്തുംകുട്ടിയാണ് കണ്ടത് നിങ്ങൾ. ഇതൊക്കെ ചിലപ്പോൾ ഒരു 27, 28 പറഞ്ഞ് നമുക്ക് ഒരു 22, 23, 24 ആ ഒരു റേഞ്ചിൽ. അതെന്താ ഞാൻ അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യക്കാർ കൂടുന്നതനുസരിച്ച് ചിലപ്പോൾ 24, 27 ആവാം, 28 ആവാം. അത് പലതരത്തിൽ നിൽക്കും ചന്തയിൽ. ഇപ്പോൾ ഞാനും തന്നെ നേരത്തെ പിടിച്ച ഒരു പോത്ത് നമുക്കൊരു 1000, 2000 ഡിഫറൻസിലാണ് പോയത്. അപ്പോൾ പിന്നെ നമ്മൾ ബാക്കിയുള്ള പോത്തുകൾ എടുത്തില്ല. ഇത് ഇവിടെ 8 എണ്ണം നിൽക്കുന്നതിൽ ഈ ഒരു പോത്താണ്ടോ വലിയ പോത്ത്. എങ്ങനെ പോയാലും ഒരു 330 കിലോന്റെ റേഞ്ചിൽ ലൈവ് ഗ്യാരണ്ടി ആയിട്ട് 90% ഉണ്ടാവാൻ സാധ്യത ഉണ്ടാകാൻ. ഇത് കണ്ടോ, അതിന്റെ ബാക്ക് കണ്ടോ നിങ്ങൾ. ഞാൻ ഈ പറഞ്ഞ പോത്താണ്ടോ. ഇതില് ആ പോത്തിന്റെ ഹൈറ്റും ഏകദേശം ഒരു 4 അടിയിൽ മേലെ, അല്ല ഒരു 4 അടിയുടെ റേഞ്ചിൽ ഇപ്പോൾ ഹൈറ്റ് ഉണ്ട് ആ പോത്ത്. അല്ലെങ്കിൽ ഒരു 4 അടിയുടെ റേഞ്ച്. പിന്നെ നല്ല നീട്ടമുണ്ട്, ഹെഡ് പവറും ഉണ്ട് കേട്ടോ. നമ്മുടെ നിങ്ങൾ ഫോണിൽ കാണുമ്പോൾ വിചാരിക്കും കൊമ്പ് ചാടിയിട്ടില്ലാന്ന്. ഒരിക്കലും അല്ല കേട്ടോ. നല്ലൊരു ക്രോസ് ബ്രീഡിന്റെ കൊമ്പ് ചുരുണ്ട് കയറാൻ സാധ്യതയുള്ള നല്ലൊരു കൊമ്പ് തന്നെയാണ് ഇത്. അപ്പോൾ ഇത് ഏകദേശം ഒരു 330, 350 റേഞ്ചിൽ ലൈവ് ഉള്ള ഒരു പോത്താണ്. ഇതിന്റെ തൊട്ട് താഴെയുള്ള പോത്തിനാണ് 2 എണ്ണം നമ്മൾ നോക്കിയത്. അപ്പൊ നമുക്ക് അതിലൊരു പോത്ത് പോയപ്പോൾ പിന്നെ നമ്മളത് പിടിച്ചില്ല എന്ന് മാത്രം. വരും ചന്തകളിൽ നമ്മൾ നല്ല നല്ല പോത്തും കുട്ടികളെ ഞാൻ അങ്ങനെ അങ്ങോട്ട് പ്രോത്സാഹിപ്പിക്കാൻ സാധ്യതയില്ല കേട്ടോ. ഞാനും എടുക്കാനുള്ള സാധ്യതയില്ല. പോത്തും കുട്ടികളെ ആരും എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ടല്ല. എനിക്ക് തോന്നുന്നു കൂടുതലും ഇനി കർഷകർക്ക് ഒരു 10 രൂപ കിട്ടണമെങ്കിൽ ഇനി പോത്തും കുട്ടികളെ വളർത്തുന്നതിന് ചെറിയ ചെറിയ ഭവിഷ്യത്തുകൾ ഉണ്ട്. അതെന്താണെന്നുള്ളതിനെ കുറിച്ച് ഞാൻ ഇനി പറയാൻ വരുന്ന വീഡിയോസിൽ. നമ്മൾ ഒന്നും ഞാൻ പറഞ്ഞല്ലോ, അത് നമ്മൾ 23, 24, 25 കൊടുത്ത് ചെറിയ പോത്തും കുട്ടികളെ വാങ്ങിച്ച് 10 മാസം നോക്കുന്നതാണോ, 4 മാസം ഒരു 40 രൂപ, 35 രൂപ, 30 രൂപയുടെ ഉള്ളിൽ ഒതുങ്ങുന്ന പോത്തിനെ വാങ്ങിച്ച് 4 മാസം നോക്കി ബാലൻസ് ഒക്കെ ഒന്ന് തന്നെയാന്നേ. ഞാൻ എൻ്റെ അനുഭവം കൊണ്ട് പറയണേ, ബാലൻസ് ഒക്കെ ഒന്ന് തന്നെയാ. അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ അടുത്ത വീഡിയോസിൽ വരാം. അപ്പോൾ കുറച്ച് നാളുകളായിട്ട് വീഡിയോസ് ഉണ്ടായിരുന്നില്ല. വീണ്ടും കാണാം പുതിയൊരു വീഡിയോ ആയിട്ട്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞ പോത്തിന്റെ തൂക്കൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഇതൊരു 330 റേഞ്ചിൽ ലൈവ് ഉണ്ടാവാൻ സാധ്യതയില്ല. തീർച്ചയായിട്ടും ആ പോത്തിന്റെ ബാക്ക് കണ്ടില്ലേ നിങ്ങൾ, ഉള്ളൊരു പോത്താണ്, നല്ല നീട്ടവാറുള്ള പോത്താണ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലുമൊക്കെ മാറ്റണമെങ്കിൽ കമന്റ് ചെയ്യുക. വീണ്ടും കാണാം പുതിയൊരു വീഡിയോ ആയിട്ട്. എല്ലാവർക്കും ബൈ ബൈ.